പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ 15ാം കേരള നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്മേളനമാണ് നടപടികൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നത്. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പോലും ഭയപ്പെടുന്ന ക്രിയാത്മകമല്ലാത്ത പ്രതിപക്ഷത്തെയാണ് സഭയിൽ കണ്ടതെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനം. പ്രതിപക്ഷ നേതാവിന്റെ അഭാവത്തിൽ MLA കെ ബാബുവാണ് സഭയിൽ സംസാരിച്ചത്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. സഭാ നടപടികളോട് ഇന്നും പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കെ ബാബു അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനം ആരംഭിച്ച സമയം മുതൽ സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ സഭയുമായി ഗവൺമെന്റുമായി നിസ്സഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. തുടർന്ന് ഇരിപ്പിടം വിട്ടിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് സംസാരിച്ച മന്ത്രിമാരായ P രാജീവും MB രാജേഷും V ശിവൻകുട്ടിയുമെല്ലാം പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. നിങ്ങൾക്ക് ഈ 5 വർഷം സാർ ധൈര്യപൂർവം ഒരു അവിശ്വാസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? എന്തേ നിങ്ങൾ ഈ നിയമസഭയുടെ ഈ ചട്ടം ഉറപ്പു നൽകുന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ പോയത്? അവര് കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തുറന്നു കാട്ടപ്പെടുന്നത് ഭരണപക്ഷമായിരിക്കില്ല, തുറന്നു കാട്ടപ്പെടുന്നത് പ്രതിപക്ഷം മാത്രമായിരിക്കും. സാർ, ബഹുമാന്യനായ ശ്രീ കെ ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് സർ. കാരണം അവർക്ക് ഈ സഭയിൽ സർക്കാരിനെതിരെ ഒരു കാതലായ പ്രശ്നവും ഉയർത്താൻ പറ്റുന്നില്ല. പ്രതിഷേധത്തിന് പിന്നാലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ജനങ്ങളോടും പ്രതിപക്ഷത്തോടും യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഗവൺമെന്റാണ് പിണറായി സർക്കാരിൻ്റെതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. ഈ ഗവൺമെന്റിന്റെ മർക്കടമുഷ്ടിയും അഹങ്കാരവുമാണ് ഇന്ന് സഭയിൽ ഞങ്ങൾ കണ്ടത്. ജനങ്ങളോടോ പ്രതിപക്ഷത്തോടോ ഒരു ബഹുമാനമോ താല്പര്യമോ കാണിക്കാത്തൊരു ഗവൺമെന്റാണ്. ഈ ഏകാധിപത്യ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സർക്കാർ തീർച്ചയായും ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തുടർന്ന് സമാപന പ്രസംഗത്തിൽ സംസാരിക്കാനെത്തിയ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ കണക്കറ്റ് വിമർശിച്ചു. കാര്യക്ഷമമില്ലാത്ത പ്രതിപക്ഷത്തെയാണ് സഭയിലുടനീളം കാണാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാട്ടിലാകെ വലിയ പ്രചരണമൊക്കെ നടത്തുമ്പോൾ അതെല്ലാം കൂടി സഭയിൽ കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനെ അലക്കുക, ഗവൺമെൻറ്റിനെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് മൂടുക, അതിനൊക്കെ പറ്റി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ നേരത്തെ പറഞ്ഞു സഭയിൽ അവിശ്വാസ പ്രമേയം ഇത്തവണ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടാകുന്നു. ഞാൻ പറഞ്ഞു അതിന് വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണല്ലോ സംഭവിച്ചത്. സാർ, ഇവർ വസ്തുതകളെ ഭയപ്പെടുകയല്ലേ? അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുമല്ലോ. അപ്പം അതിനെ ഭയപ്പെടുകയല്ലേ? നടപടികൾ വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രിയുടെ സമാപന പ്രസംഗത്തോടെ സഭ അവസാനിപ്പിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ജനുവരി 20-ാം തീയതിയാണ് സഭാ സമ്മേളനം ആരംഭിച്ചത്. മാർച്ച് 26 സമാപിക്കാനാണ് നേരത്തെ നിശ്ചയിച്ചത്. എന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തതോടെ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ അവസാനിപ്പിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.